കയ്യിൽ വേറൊരു ഗസ്റ്റ് ഉണ്ട്. അടുത്ത് ഞാൻ പേരെന്തിട്ടാ മാജിദ. അപ്പൊ നമ്മളിപ്രാവശ്യം 3 ആൾക്കാരുണ്ട്. നമ്മളെ ഇതെന്റെ 2 കസിൻസ് ഉണ്ട്. ഓക്കെ, ഒരാളെന്റെ വീടിന്റെ അടുത്ത്, ഒരാൾ ഏറ്റവും ദൂരം. ഏറ്റവും ദൂരത്തൊന്നുമില്ല. ഭയങ്കര ദൂരെയാണ്. സൗദി അറേബ്യ ഇവള് ആണ് പോലെ ഇവള് പെൺകുട്ടിയായിട്ടാവും. മുടി ഇതിന്റെ അമ്മ മുടി കുറിച്ച് കളഞ്ഞതാ. എന്നിട്ട് കടയിൽ പോയി വെട്ടിയതാ. കൊള്ളായി നിറഞ്ഞപ്പോ വെറുതെ പറയണ കടയിൽ പോയിട്ട് ഇത് വെട്ടിയത്. ആദ്യം ഇങ്ങനെ വെട്ടി, എന്നിട്ട് കടയിൽ പോയി സൂപ്പറായി വെട്ടിച്ചതാ. സൈക്കോ നീ പൊടി സൈക്കോ നീ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് സോപ്പ് മേക്കിംഗ് ചെയ്യാൻ പോന്നിട്ട സയൻസ് കിറ്റിൽ നിന്ന് സോപ്പ് മേക്കിംഗ് ഓക്കെ സോപ്പ് മേക്കിംഗ് ചെയ്യാൻ പോണ നമ്മളെ. അപ്പൊ നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കണം. അപ്പൊ അതെടുത്തിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മളതിൽ ഈ 50 ഗ്രാം ഇതുണ്ട്. എനിക്ക് ഉറപ്പൊന്നുമില്ല 50 ഗ്രാമിന്റെ കാര്യം കുറച്ച്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മളതിൽ നമ്മളെ യെല്ലോ കളർ മാംഗോ എസൻസ്, പിന്നെ ബബിൾ ഗത്തിന് റെഡ് കളർ. ഓക്കെ, പിന്നെ നമ്മളെ ഇതൊക്കെ ഉള്ളൂ, ഇത്ര തന്നെ ഉള്ളൂ. അപ്പൊ ഞങ്ങളിത് മൈക്രോവേവ് വെച്ച് നമുക്ക് കളറിനൊക്കെ തുടങ്ങാം. ഓക്കെ, നമ്മൾ വൈകിട്ടുണ്ടോന്നറിയില്ല. കുറച്ച് പോക്കറ്റ് ഡോട്ട്സ് കണ്ടുള്ളൂ വീഡിയോയിൽ. പക്ഷെ എന്തായാലും നമുക്ക് ഇത് കാണാം. റീസ്റ്റാർട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല. അറ്റത്ത് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മളുടെ ഇത് കണ്ട, ഇതാണ് നമ്മള് സോപ്പ് ഇട്ടാ നമ്മളുടെ യെല്ലോ മാംഗോ എസൻസ് ഇടാൻ. പിന്നെ ഇതൊരു സ്ട്രോബെറി ബബിൾ ഗം ഫ്ലേവർ. അപ്പൊ നമ്മള് ഇത് നല്ല മണ്ണുണ്ട് ഗൈസ്. നല്ല മണം. നിങ്ങൾക്ക് മണക്കാൻ പറ്റൂല, നിങ്ങൾ വീഡിയോയില് അല്ലല്ല, നിങ്ങൾ വീഡിയോയില് ഉള്ളവർക്ക് മണം നല്ല മാജി എന്ന് പറയാൻ പോയി. മാജി പറ. ഫുഡ് കളർ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ എസൻസ് ആണ് ചേർക്കാൻ പോകുന്നത്. നമ്മൾ ആഡ് ചെയ്യാൻ പോലെ 3 ഡ്രോപ്സ്. 1 ഡ്രോപ്സ് മാജിത മാത്രമേ കണ്ടുള്ളൂ, പാത്തോടെ കണ്ടില്ല. ഭയങ്കര ബുദ്ധിമുട്ടാ. മാജിത ഇങ്ങനെ അറ്റത്തിക്കല്ലേ, അപ്പൊ അവളുടെ ഇത് നല്ലോണം കാണാൻ. എന്റെ ഇങ്ങനെ ഡ്രോപ്സിന്റെ കൈ വെച്ചിട്ടല്ലേ. ഓക്കെ, നമുക്ക് സ്റ്റാർ ചെയ്യണം. സ്റ്റാർ ഞാൻ ചെയ്യട്ടെ. നോക്ക് നല്ല ഗോൾഡൻ, നല്ലൊരു ഗ്ലോയിങ്ങും പിന്നെ അറ്റത്തൊരു ഡാർക്കിഷും അല്ലേ ഗൈസ്? നോട്ടീസ് ചെയ്യണല്ലോ വീഡിയോയില്. നോട്ടീസ് ചെയ്യാനുള്ള അത് ചെറുതായിട്ട് നോട്ടീസ് ചെയ്യട്ടോ. കുറച്ച് ഫ്രിഡ്ജിൽ വെക്കാട്ടോ ഇത്. ഇതിന് ഫ്രിഡ്ജിൽ 50 മിനിറ്റ്സോ അല്ലെങ്കിൽ 30 മിനിറ്റ്സോ ഒക്കെ ഇടാം. നമുക്ക് 30 മിനിറ്റ്സ് വെക്കാം, ആവുമ്പോ നല്ലോണം ആവും. എന്നിട്ട് നമ്മൾ കുറച്ച് സൈഡിൽ കുറച്ച് നേരം വെക്കണം. എന്നിട്ട് സോപ്പ് കഴിക്കും. വാ നമുക്ക് ഗോൾഡൻ കളറ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ ഇനി നമ്മളുടെ ഈ സാധനം അടുക്കളയിലേക്ക് പോവാണ്. നമ്മള് സോപ്പ് ഇനി ഇടാൻ പോകും. ഞങ്ങൾ വെറുതെ രസത്തിന് നമ്മൾ വീഡിയോയിൽ ഇടയിൽ ഇങ്ങനെ ഇടാൻ പോയി ഒരു ബ്ലൂ ഇട്ടുണ്ട്, ജസ്റ്റ് ഇൻ കേസ്. നമുക്ക് അവസാനം നോക്കാലേക്ക് നമുക്ക് സക്സസ് ആവുമോ നോക്കാം. ഇത് കുറേ നോക്കണം. നമ്മളെ പ്രൈമറി കളേഴ്സിനൊക്കെ ഇനി നമ്മൾ ഫ്രിഡ്ജ് ക്ലോസ് ചെയ്ത് കുറച്ച് നേരത്തേക്ക് വെയിറ്റ് ചെയ്യാം. അതിന് നമുക്ക് അടുത്ത എക്സ്പെരിമെന്റ് ചെയ്യാം. പിന്നെ ഇത് 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. പിന്നെ എല്ലാം കഴിയുമ്പോൾ ഇതെല്ലാം കഴുകി വെക്കണം കേട്ടോ. ഓരോ ആക്ടിവിറ്റിക്ക് അനുസരിച്ച് കഴുകി വെക്കാം. അപ്പൊ നമുക്ക് അടുത്ത എക്സ്പെരിമെന്റിലേക്ക് പോവാം. നമ്മളെ സോപ്പുകൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വെറുതെ ഒരു ബ്ലൂ സോപ്പ് വെറുതെ ഉണ്ടാക്കിയിട്ടുണ്ട്, ജസ്റ്റ് ഇൻ കേസിന്, ജസ്റ്റ് ഫോർ ഫൺ. ഞങ്ങൾ 3 ആൾക്കാരില്ല, അപ്പൊ കുറേ 3 സോപ്പ് ഉണ്ടാവും. പിന്നെ ഒരു പ്രശ്നമുണ്ട്, ഇത് നീല സോപ്പ് ഇത്രേ ഉള്ളൂ. പിന്നെ വേറെ ഒരു പ്രശ്നം കൂടി ഉണ്ട്, ഇത് നല്ലോണം ആയിട്ടുണ്ട്, ഇത് രണ്ടും വരാക്കായിട്ടില്ല. അതെനിക്കറിയില്ല, പക്ഷെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം വർക്കാവോന്നില്ല. അതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇത് നമ്മൾ സോപ്പ് ഇടാൻ പോണേ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ നോട്ടീസ് ചെയ്തിട്ടിങ്ങനെ ഈ സാധനമില്ലേ, ഇത് സോപ്പ്. ആ സോപ്പ് ഇത് കണ്ട ഇത്. അപ്പോൾ ഗൈസ് ഇതേ നമ്മളെ സോപ്പ് ഇപ്പം അക്കുവിൻ്റെ ആണ് ഇതിട്ടാ. ഇതുണ്ടാക്കി വെച്ച് നോക്ക്, എന്ത് രസമാണ്. സർക്കിളായി ഇത്രയും കുഞ്ഞ സാധനം നല്ല രസമായി കാണാം. ഇപ്പോൾ നമുക്ക് ഇത് ഇടാം. നമ്മൾ ട്രെയിനിടാൻ പോണി വെള്ളം ഒക്കെ, എന്നിട്ട് സ്നോ പൗഡർ ഇടാം. ഓക്കെ,
ഓക്കെ ഗൈസ് നമുക്കത് നോക്കാം. അപ്പൊ ഗൈസ് നമ്മൾ വെള്ളം ഒഴിക്കാട്ടോ. ഒരു ഗ്ലാസ് കൂടി ഉണ്ട്, അത് കൂടി ഒഴിക്കാം നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് സ്നോ പൗഡർ. അല്ല നമ്മ കളർ ഇട്ടിട്ടാക്കൂ. കളർ ഇടണ കളർ ഇടാം. ആ കളർ ഇടാ. ഇവനക്ക് കളറിന്റെ കാര്യം മറന്നുപോയിട്ടാ. അവൻ കളറ് ഫസ്റ്റ് അവനക്ക് വേണമായിരുന്നു, പക്ഷെ അവൻ അഞ്ച് മറന്നുപോയി കളറിനെ കുറച്ച്. അപ്പൊ 2 ഡ്രോപ്സ് ഒഴിക്കണ്ടേ? ആ കേട്ടോ, ബ്ലൂ ആണ് ക്യാപ്പ് ഇടോയി ഗൈസ്. അപ്പൊ നമ്മളെ ഇത് കണ്ട ബ്ലൂ കളറ് നമ്മള് കൈ ഉണ്ടോ? കൈ അത്രയും കളറാണ് ഇതിന്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഇളക്കണം. അപ്പൊ ഗൈസ് ഇതാണ് നമ്മളെ വെള്ളം, ഭയങ്കര ബ്ലൂഷാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. എന്താ നല്ല ഡാർക്ക് ബ്ലൂ സീ പോലെയാണ്. നമുക്ക് ഇളക്കാം. വാവ്, നല്ല ഡാർക്കിഷ് നാവിഷാണ് ഈ. കാരണം എന്താ, ലൈക്ക് നമ്മളുടെ ഇതിലൊരു ഒരുപോലത്തെ കളറ്, മറ്റേ നമ്മളെ സോപ്പില്ലേ അതിന്റെ കളറ് പോലെ. അപ്പൊ അക്കിപ്പോ സ്നോ പൗഡർ ആഡ് ചെയ്യാ. നമുക്ക് റിസൾട്ട് നോക്കാട്ടാ. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. 2 സ്പൂൺ മതിട്ടാക്കും. 1 സ്പൂൺ കൂടെ ഇടാം. അതായത് ഇത്രയും വെള്ളമില്ലേ, ക്വാണ്ടിറ്റി ഉണ്ട്. ഓക്കെ, കുറച്ച് മതി. ഇനി അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ തന്നെ സ്നോ ആവും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ കുറച്ച് സ്പീഡ് ഇട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ സ്പീഡ് കൂട്ടും. ഇത് കണ്ടോ ഗൈസ്, ഇത് വലുതാവുന്നത്. ആ ഇതിൽ കാണാൻ മര്യാദക്ക് വെള്ളമൊക്കെ വെച്ചെടുത്ത് 5 മിനിറ്റ് വെച്ചത്. അപ്പൊ ഗൈസ് നമ്മൾ സ്നോക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടച്ച് ചെയ്ത് നോക്കാം. ഓ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ഉണ്ടാ. നിങ്ങൾ നോട്ടീസ് ചെയ്തില്ല? ഭയങ്കര സോഫ്റ്റാ. ഓ എല്ലാവരും ചട്ട വെക്കണം സ്നോ. അപ്പൊ ഗൈസ് നമുക്ക് ഇത് ലിഫ്റ്റ് ചെയ്ത് നോക്കാട്ടാ. ഗൈസ് നമ്മളെ സ്നോ ഇനി നമ്മൾ കപ്പ് എടുക്കാൻ പോണെന്ന്. ഓക്കെ, അവന് അക്കൂ ചെയ്യാൻ പോണേ. ഇത് കാണിച്ചു കൊടുക്കുമ്പോ നമ്മളുടെ ഇത് നോക്ക്. അക്കു ഫസ്റ്റ് പീസ് എടുത്തിട്ടാ നമുക്ക് നോക്കാം. ഓ വാവ്. ഇനി നമുക്ക് ബാക്കിയും കൂടി എടുക്കാം. ഓക്കെ ഗൈസ്, നമ്മളുടെ സ്പഞ്ച്. ഓ നോക്കട്ടെ. വാവ്, നല്ല സോഫ്റ്റ് ആയിട്ടാ ഗൈസ്. നിങ്ങൾ ഈ സ്നോ ഇതായിട്ട് ഉണ്ടെങ്കിൽ നല്ലൊരു സോഫ്റ്റ് ആയിട്ടാ. നല്ല ശരിക്കും സോഫ്റ്റാ. ഇത് സത്യം പറഞ്ഞാൽ മറ്റേ സാധനത്തിനല്ലേ? അതന്നെ, മറ്റേ ഭയങ്കര സോഫ്റ്റ് ആവും. എനിക്കറിയില്ല കാര്യം എന്താണ്. പാത്രത്തിൽ ഒന്നും ഇതൊക്കെയാണ്ടായി ഗൈസ്. നമ്മള് ആകെ ഒരു 3 സ്പൂൺസ് എടുത്തിട്ടുള്ളൂ, പക്ഷെ ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് സ്നോ കിട്ടിയിട്ടുണ്ട്. കുറെ വെള്ളം ഒഴിച്ച് തോന്നുന്നുണ്ട്. ഇനിയും വെള്ളം ഒഴിച്ചിട്ട് ഇനിയും പൊങ്ങൂട്ടോ. ആ ഒരു അപ്പോൾ കുറെ വേണ്ടി വരും സ്നോ പൗഡർ. ഒരു കപ്പ് വരെ വലുത്. നമുക്കിത് ഇങ്ങനെ റെയിൻബോ കളറിലൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഭാവന അനുസരിച്ച് ചെയ്യാം. ആ അത് ശരിയാ. അപ്പൊ കുറെ ഞാനതിൻ്റെ ഒരു ഇങ്ങനെ നോക്കിട്ട് ഇങ്ങനെ എനിക്കല്ല ഭയങ്കര സോഫ്റ്റ് ആണ്. എന്തായാലും ഷിവർ കോൺസ് ഇല്ലേ, മറ്റേ സ്ലഷി. ആ സ്ലഷി പോലെ തന്നെ ഉണ്ട് ഈ സ്ലഷി. ഞാനേ ഇത് ചെയ്യാൻ പോണ നോക്കിക്കോ നിങ്ങൾ. വെയിറ്റ്, നമ്മൾ സ്നോമാൻ കണ്ടത് പരീക്ഷിച്ച് നോക്കിയാണ്, പക്ഷേ റെഡി ആയിട്ടില്ല. അല്ല, ഇത്തിരി എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നല്ല നനവാണ്. ഭയങ്കര പെർഫെക്റ്റ് ആണെങ്കിൽ സ്നോ അപ്പൊ ഇങ്ങനെ നനവായിട്ടിരിക്കുകയാണ്. ഭയങ്കര കുറച്ച് ചെയ്യുമ്പോ റെഡി ആവുന്ന തോന്നുന്നു. എനിക്കല്ല ശരിക്കും പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ്. കളിക്കാൻ രസമുണ്ട്, പക്ഷേ സ്നോമാൻ ഉണ്ടാക്കാൻ സാധ്യതയില്ല കേട്ടാ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യാൻ അത് നല്ല വർക്കാവൊന്നും പറ്റൂല എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഇനിയും ഇത് നമുക്ക് ബാക്ക് തിരിച്ച് സ്ക്രീനിൽ നോക്കാം. നോക്കിട്ടാ നമ്മളെ ഇതെന്താ അക്കു ചെയ്യാൻ പോണേ. നമുക്ക് മറ്റേ ചെയ്തൊക്കെ അലക്കു. ഏത്? അപ്പൊ ഗൈസ് ഈ സാധനം ഇത്തിരി ഫണ്ണാണ് കളിക്കാനൊക്കെ.
ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. സ്നോമാനൊക്കെ ഉണ്ടാക്കാം. ആ സ്നോമാൻ പക്ഷെ അത്രയും രസമുള്ള ഐഡിയ അല്ല. അത്രയും നമുക്ക് സ്നോമാൻ ട്രൈ ചെയ്ത് നോക്കിയാലോ? നമുക്കൊരു ട്രൈയിൽ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ ഉണ്ടാക്കിയിട്ട് കാണിക്കാം. ഓക്കെ ഗൈസ്, നമുക്കിനി വൈൻഡപ്പ് ചെയ്യാട്ടോ ഈ വീഡിയോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ഗൈസ്.